Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തത്? Any job description and responsibility of hospital quality manager. Okay. നമ്മൾ ആ ഒരു 32 key performance indicators കംപ്ലീറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ആണ് പഠിക്കാനുള്ളത് അല്ലെ? ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയതില്ല, വളരെ കുറച്ച് ഭാഗമുള്ളൂ. ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. നോക്കിയപ്പോ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospital. എന്താണ് ഒരു ക്വാളിറ്റി മാനേജർ, ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നവര് ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ, ആ ഹോസ്പിറ്റലിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആ സെല്ലിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പിന്തുണയ്ക്കേണ്ടത് ആരാണ്? ഒരു ക്വാളിറ്റി മാനേജർ ആണ്. ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലിലെ മറ്റ് പ്രവർത്തനങ്ങൾ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡ്സ് അല്ലെ, മാനദണ്ഡങ്ങള് ആൻഡ് സ്പെസിഫിക്കേഷൻ, ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്ന് സ്പെസിഫിക് ആയിട്ട് പല നിർദ്ദേശങ്ങളും കൊടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യേണ്ടതും അത് സ്ഥാപിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. Then he or she must encourage quality improvement in all the process and procedures of the hospitals and share reports. എന്താ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്? ആ ഒരു ഹോസ്പിറ്റല് നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ അവിടെ ക്വാളിറ്റിയിലെ ഗുണനിലവാരം തുടർച്ചയായി അവിടെ മെച്ചപ്പെടുത്തണം അല്ലെ. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള നടപടിക്രമങ്ങള്, പ്രവർത്തനങ്ങള് മുതലായ എല്ലാത്തിനും എൻകറേജ് ചെയ്ത് ഈ പ്രോത്സാഹനം കൊടുക്കേണ്ടതും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കൃത്യമായ റെക്കോർഡുകളും ബന്ധപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ എപ്പോഴും ആ ഹോസ്പിറ്റലിലുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പിന്തുണയ്ക്കേണ്ടതുണ്ട്. ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. നല്ല ക്വാളിറ്റിയിലുള്ള സർവീസുകൾ ആശുപത്രിയിൽ കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡ്സ്, സ്പെസിഫിക്കേഷൻസ് മുതലായ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യേണ്ടതും അത് ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എന്താ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ക്വാളിറ്റി മികച്ചതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ പറയുന്ന പ്രൊസീജിയേഴ്സും പ്രോസസ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഈ ക്വാളിറ്റി മാനേജർ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ അതാത് ആ വ്യക്തികൾക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ക്ലിയർ ആണോ അത് ആ ഒരു പാരഗ്രാഫ്? ഓക്കെ,
കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ടവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ്. അതൊരു 13 എണ്ണമാണ് നമുക്കുള്ളത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നോക്കിയേ, കീ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് ensuring good quality non-clinical services such as infection prevention, security, diet, etc. എന്താ നോൺ ക്ലിനിക്കൽ സർവീസ്, ചികിത്സാപരമല്ലാത്ത രീതിയിലുള്ള സർവീസുകൾ അല്ലെ, സേവനങ്ങള്. അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, സെക്യൂരിറ്റി, ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മുതലായ നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ നല്ല ഗുണനിലവാരം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായ ചികിത്സാപരമല്ലാത്ത രീതിയിലുള്ള സേവനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങളുടെ എല്ലാം ക്വാളിറ്റി, നല്ല രീതിയിലുള്ള ഒരു ഗുണനിലവാരം, ആ സർവീസുകളുടെ ഗുണനിലവാരം, മികച്ച ഒരു ഗുണനിലവാരം അവിടെ ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതായിട്ട് എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയാസ്, വാർഡ്സ്, labor room, operation theatre and patient amenities and outsourced services. ഇനി എന്താ, ഒരു ക്ലീൻ സറൗണ്ടിങ്സ്, ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തണം. എവിടേക്കാണ് വൃത്തിയുള്ള അന്തരീക്ഷം വേണ്ടത്? OPD ഏരിയ അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയകളില്, വാർഡുകളില്, ലേബർ റൂമുകളില്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്, എന്താ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികളില് അല്ലെ. ആൻഡ് ഔട്ട്സോഴ്സർ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്സോഴ്സർ സർവീസ് നമ്മൾ ലോണ്ടറി ഒക്കെ പഠിച്ചില്ലേ, ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മൾ എക്സ്റ്റേണൽ ഏജൻസിയെ സർവീസുകൾ ഏൽപ്പിക്കുന്നത് അല്ലെ, ലാബുകളുടെ വർക്കുകൾ ചെയ്യാറുണ്ട്. ലോണ്ടറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്സോഴ്സ് സർവീസുകൾ, എക്സ്റ്റേണൽ ഏജൻസിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സർവീസുകൾ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും എങ്ങനെയായിരിക്കണം, വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം വരുത്തേണ്ടതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഒരു ക്വാളിറ്റി മാനേജറിനാണുള്ളത്. മൂന്നാമതായി പറയുന്നത് പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. എന്താ പീരിയോഡിക്കൽ ഇവാലുവേഷൻ? എന്താ ആനുകാലിക വിലയിരുത്തൽ നടത്തുക ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. അവിടുത്തെ ക്വാളിറ്റി, ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, ആനുകാലികമായിട്ട് അവിടെ വിലയിരുത്തൽ നടത്തണം. എന്തുപയോഗിച്ചാണ് ഹോസ്പിറ്റൽ വിലയിരുത്തേണ്ടത്? ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച്, കൃത്യമായ എലമെന്റ്സും ഫാക്ടേഴ്സും അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായി ഓരോ കാര്യങ്ങളും അവർ പാലിക്കുന്നുണ്ടോ, ഓരോ എലമെന്റ്സും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എന്താണ് പീരിയോഡിക്കലി ഇവാലുവേഷൻ നടത്തണം. ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതുപോലെ അവിടുത്തെ സേവനങ്ങൾ നൽകുന്നതിനുള്ള അല്ലെ, സേവനങ്ങളുടെ ആ ഒരു സ്കോർ, ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് അവിടുത്തെ സേവനങ്ങളെ എത്തിച്ചേരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതെന്താ ഉദ്ദേശിച്ചത്? നമുക്കറിയാം, ഒരു ഗുണനിലവാരത്തിലുള്ള ഒരു സേവനം എന്ന് പറയുമ്പോൾ അവിടെ ശരിയായ ഒരു എന്താണ്, ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് അവരവിടെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ആ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അവരവിടെ കീപ്പ് ചെയ്യുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികൾ ആ ഒരു കൃത്യമായ ഗുണനിലവാരം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിനെ മാനദണ്ഡപ്പെടുത്തി തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി എവിടെ എന്ത് ചെയ്യണം, ആ ഒരു ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഫോർത്ത് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ്. ഈ ഗ്യാപ്പ് അനാലിസിസിനെ മറ്റൊരു പേരാണ് നീഡ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ് അസസ്മെന്റ്. അവരുടെ ആവശ്യകതകൾ എന്ത് ചെയ്യാണ്, വിലയിരുത്തുന്നു. ആ ഒരു ഹോസ്പിറ്റലിലെ എന്തൊക്കെ ആവശ്യകതകളാണുള്ളത് അതെല്ലാം വിലയിരുത്തി അവരുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ, സർവീസുകൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന സർവീസുകൾ എങ്ങനെയാണ്, അതെല്ലാം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എപ്പോഴും അവരുടെ ആവശ്യകതകൾ വിലയിരുത്തി കമ്പയർ ചെയ്ത് അവർക്ക് എന്ത് വേണം, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഇൻചാർജ് ആയിട്ടുള്ള, അതായത് ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദ
സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്. ആ ഒരു ഹോസ്പിറ്റലില് ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തികളുടെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്യണം, അവിടുത്തെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യണം. Then fifth one ആണ് facilitate conduct of meeting related to quality certification. എന്താ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? നമ്മൾ പറഞ്ഞില്ലേ JCI, അതുപോലെ NAB മുതലായ ഇടങ്ങൾ, ഏജൻസികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് സർട്ടിഫിക്കേഷൻസ് നൽകുന്ന ഓർഗനൈസേഷൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് കൃത്യം അതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആ സൗകര്യങ്ങൾ ഒരു ക്വാളിറ്റി മാനേജർ ആണ് ചെയ്തു കൊടുക്കേണ്ടത്. ആ ഒരു 5 വേഗം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? നമ്മള് നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ചികിത്സാപരമല്ലാത്ത രീതിയിലുള്ള സേവനങ്ങളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായ ഇടങ്ങളിലും നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതായി പറഞ്ഞ പോയിന്റ് ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക. അത് ഓപ്പറേഷന്റെ OPD ഏരിയയിലാവാം, വാർഡുകളില്, ലേബർ റൂമില്, ഓപ്പറേഷൻ തിയേറ്ററുകളില് ആൻഡ് പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികളില്, ഔട്ട്സോഴ്സ് സർവീസുകളില് മുതലായ എല്ലാ ഇടങ്ങളിലും ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. മൂന്നാമതായി പറയുന്നത് പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ആനുകാലികമായി വിലയിരുത്തുന്നതിനായി ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ അവിടുത്തെ സേവനങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ, അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഫോർത്ത് വൺ നമ്മൾ എന്താ പറഞ്ഞേ? ഒരു ഗ്യാപ്പ് അനാലിസിസ്, അതായത് അവിടുത്തെ അസസ് നീഡ്സ് അല്ലെങ്കിൽ ആവശ്യകതകൾ എന്താണെന്ന് വിലയിരുത്തി അവർക്ക് എന്തൊക്കെ ക്വാളിറ്റിയിൽ എന്തൊക്കെയാണോ മെച്ചപ്പെടുത്തലുകൾ നടത്തേണ്ടത് അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിനെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആരുടെ നേതൃത്വത്തിലായിരിക്കണം? അവിടെ ഇൻചാർജ് ഉള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അവിടെ ഇൻചാർജ് ഉള്ള ജീവനക്കാരുടെ സൂപ്പർവൈസേഷൻ അല്ലെങ്കിൽ മേൽനോട്ടത്തില് ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും ഈ ആക്ഷൻ പ്ലാനുകൾ കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഫിഫ്ത് വൺ പറഞ്ഞത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതാണ് നമ്മൾ പറഞ്ഞ NAB, JCI മുതലായ ഓർഗനൈസേഷനിൽ നിന്നും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അങ്ങനെയുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കിട്ടിയോ? ഫിഫ്ത് വൺ 5 ക്ലിയർ ആണോ? ആ ഒരു 5 ക്ലിയർ ആണോ? ഓക്കെ. Then sixth one നോക്കിയേ, ensuring that the hospital meets all regulatory compliances like biomedical waste management, blood bank or storage license, AERB. എന്താണ് AERB? നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പഠിച്ചില്ലേ AERB? എന്താണ് AERBയുടെ എക്സ്പാൻഡഡ് ഫോം? എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു അതിവിടെ ഓരോ ഉപകരണങ്ങളും അല്ലെങ്കിൽ എന്തൊരു എക്യുപ്മെന്റ്സും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കൃത്യമായി അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് റേഡിയേഷന് വേണ്ടി ലൈസൻസുകൾ കൊടുക്കുന്ന ഒരു പ്രധാന ഏജൻസി അതോറിറ്റിയാണ് AERB എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ ലൈസൻസുകൾ വേണം. അത് അവർ കൃത്യമായ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. അതുപോലെ ബ്ലഡ് ബാങ്കില് ബ്ലഡ് കമ്പോണൻസ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിന് കൃത്യമായ ലൈസൻസും അതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടുള്ള കുറെ നിയന്ത്രണങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡും ഇതുപോലെയുള്ള ലൈസൻസുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ കുറെ നിയന്ത്രണങ്ങളും വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളാവാം, ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങള്, AERB അല്ലെങ്കിൽ റേഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങള് മുതലായ എല്ലാ റെഗുലേറ്ററി കംപ്ലൈൻസും അല്ലെങ്കിൽ നിയന്ത്രണ ക്രമീകരണങ്ങളും കൃത്യമായിട്ട് ഓരോ ഹോസ്പിറ്റലുകളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. Then seventh one നോക്കിയേ, keep a record of non-functional devices and timeline for its repair along with AMC for all equipment. ഇനി എന്താ നോൺ ഫങ്ഷണൽ ഡിവൈസ്, അതായത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ ഒരു സമയബന്ധിതമായിട്ട് അത് റിപ്പയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? വിത്ത് AMC. എന്താണ് AMC എന്ന് പറഞ്ഞാല്? ആനുവൽ മെയിൻ്റനൻസ് അല്ലെ, ആനുവൽ മെയിൻ്റനൻസ് അല്ലെ. അപ്പൊ അവിടെ ആനുവൽ മെയിൻ്റനൻസ് വാർഷികം അല്ലെങ്കിൽ ആനുകാലികമായിട്ട് അവിടെ എന്ത് ചെയ്യണം? ഒരു ഉപകരണം റിപ്പയർ ആവാതെ കിടന്നാൽ അല്ലെങ്കിൽ അത് ഉപയോഗപ്രവർത്തനരഹിതമായിട്ട് കിടന്നാൽ നമുക്ക് അത് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് അല്ലെ, യൂസ്ഫുൾ അല്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ ഒരു സമയബന്ധിതമായി അത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് ചെയ്ത് ആ ഒരു മെയിൻ്റനൻസ് കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ എന്നാൽ എന്ത് ചെയ്യും? അത് സമയബന്ധിതമായി അത് വന്ന് ആനുവലായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് അത് പ്രവർത്തനരഹിതമാക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള നോൺ ഫങ്ഷണൽ ഡിവൈസുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സമയബന്ധിതമായി റിപ്പയർ ചെയ്യാനായിട്ടുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരു കരാറുകളിൽ ഏർപ്പെടുകയും അത് കൃത്യമായിട്ട് അങ്ങനെയുള്ള ഒരു സമയബന്ധിതമായി അത് റിപ്പയറിംഗ് മെയിൻ്റനൻസ് ചെയ്യുകയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യണം. Then eighth one ആണ് planning and workout of modalities towards upliftment, preventive maintenance of equipments and vehicles and modernization of hospital. എന്താ അവിടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റ്, ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനത്തിനായിട്ടുള്ള എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളുടെ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ. അതായത് ഒരു ഉപകരണം കേടുവന്നതിന് ശേഷമല്ല അവിടെ റിപ്പയറിംഗ് ചെയ്യേണ്ടത് അല്ലെ, പ്രിവെന്റീവ് ആണ്, പ്രതിരോധം. അതായത് അവിടെ എന്താണ് ആ ഒരു ഉപകരണം കേടുവരുന്നത് തടയണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അതിന് മുൻപ് തന്നെ നമ്മൾ ആവശ്യമായ മെയിൻ്റനൻസ് കൊടുക്കണം. അതൊരു ഉപകരണത്തെ ബേസ് ചെയ്താണെങ്കിലും ഒരു വാഹനത്തെ ബേസ് ചെയ്താണെങ്കിലും അല്ലെ, അവിടെയുള്ള വാഹനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് കേടുവന്നിട്ടല്ല നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത്, അതിന് മുൻപ് അത് മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ കേടുവരാതെ സൂക്ഷിക്കണം അല്ലെ. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നാണ് ആ ഹോസ്പിറ്റലിന്റെ നവീകരണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉയർച്ച, ഇതെല്ലാം ആ ഒരു ഹോസ്പിറ്റലിലെ അപ്ലിഫ്റ്റ്മെന്റിന് ഉന്നമനത്തിനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഹോസ്പിറ്റൽ ഉന്നമനത്തിനായുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രീതികളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ, ആസൂത്രണങ്ങൾ നടത്തുക, വർക്കൗട്ടുകൾ നടത്തുക തുടങ്ങിയവ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. Ninth one നോക്കിയേ, to institute an effective grievance redressal system for both for employees and the patients. അവിടെയുള്ള ജീവനക്കാർ, എംപ്ലോയീസ്, അതുപോലെ വരുന്ന പേഷ്യൻസ്. ഈ പറയുന്ന രണ്ട് കൂട്ടുകാർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ട് ഒരു ഫലപ്രദമായിട്ടുള്ള ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം? ഓരോ മിക്ക എന്താണ് ഓർഗനൈസേഷൻസിന്റെ ഭാഗമായിട്ടുണ്ടാവും. എന്താണത്? ഗ്രീവിയൻസ് അതെ, പരാതി പരിഹാരം അല്ലെ, പരാതി പരിഹാര സംവിധാനം അല്ലെ. അപ്പൊ ഇപ്പൊ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനായിട്ടുള്ള ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം, അതൊരു ഫലപ്രദമായ ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ആ ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ടെൻത്ത് വൺ ആണ് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽസ്, MIS. എന്താ MIS? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. വെരി ഗുഡ്. KPI എന്ന് പറഞ്ഞാൽ എന്താ? KPI?
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. ഇപ്പൊ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ ഇടങ്ങളെല്ലാം സ്ട്രെങ്തൻ ചെയ്യുക. ഒരു ഹോസ്പിറ്റൽ സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI തുടങ്ങിയ ആ മേഖലകൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ, അതിനുവേണ്ടി എടുത്ത ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. നിങ്ങൾ ആ ഒരു 5 നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിരുന്നു. ആ 6th വന്നോടേക്ക് ഒന്ന് നോക്കി, ആ 10 വരെ നമുക്കൊന്നും കൂടി നോക്കാം. 6th വൺ എന്താ പറയുന്നത്? എൻഷുറിംഗ് ദാറ്റ് ഹോസ്പിറ്റൽസിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ, AERB റേഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് റെഗുലേഷൻസ് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ. നിയന്ത്രണ ക്രമീകരണങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ആ ക്വാളിറ്റി മാനേജറാണ് ഉറപ്പുവരുത്തേണ്ടത്. ആ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കീപ് റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്, പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ സമയബന്ധിതമായി കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുകൾ, ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള കോൺട്രാക്റ്റുകൾ കൊടുക്കുക. അതുവഴി കൃത്യമായിട്ട് ആ ഒരു ഉപകരണങ്ങളോ റിപ്പയർ ചെയ്ത് കൃത്യമായി പ്രോപ്പറായി മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ദെൻ 8th വൺ നമ്മൾ എന്താ പറഞ്ഞേ? ആ ഒരു ഹോസ്പിറ്റലിലെ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉന്നമനത്തിനായിട്ട് അവിടെ എന്തൊക്കെയാണ്? പ്രിവെന്റീവ് മെയിൻ്റനൻസ്, ഉപകരണങ്ങളുടെ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ നടത്തണം അല്ലെ. ആ ഒരു ഉപകരണം കേടുവരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? വരാതെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു വാഹനമാണെങ്കിലും അവിടുത്തെ വാഹനങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ കേടുവന്ന് റിപ്പയർ ചെയ്യുന്നതിന് മുൻപ് അത് കേടുവരാതെ മെയിൻ്റനൻസ് നടത്തി അത് സൂക്ഷിക്കുക അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പല പല പുതിയ പുതിയ ഫെസിലിറ്റീസ് വരുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിലെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ നവീകരണങ്ങൾ നടത്തുക. ഇതെല്ലാം ആ ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ രീതികൾക്കും ആവശ്യമായ ആസൂത്രണങ്ങൾ ചെയ്യുകയും അത് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. 9th വൺ നമ്മൾ പറഞ്ഞത് ആ ഒരു അവിടെയുള്ള ജീവനക്കാർക്കും പേഷ്യൻസിനും വേണ്ടി പരാതി ഫലപ്രദമായ ഒരു ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം, പരാതി പരിഹാര സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടത് ഒരു ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. 10th വൺ പറഞ്ഞത് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ വിധങ്ങൾ ആ ഹോസ്പിറ്റലിനെ കുറച്ചും കൂടി ശക്തമാക്കുകയും ഇത് ഇവിടെ നടത്തുന്ന റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ, അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് അവിടെ നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ 10 വരെ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 11th നോക്കിയേ. കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി. എന്താ? ആ ഒരു അതോറിറ്റി വിലയിരുത്തുന്നതിനെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ അതോറിറ്റിയും ഓരോ അധികാരം, ഇപ്പൊ ഒരു JCA അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നാവിന്റെ ഒരു അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു AERB ലൈസൻസ് കിട്ടുക അല്ലെ, റേഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസുകൾ കിട്ടണമെങ്കിൽ ഇതെല്ലാം ഓരോ അതോറിറ്റികളാണ് അല്ലെ, അധികാരികളാണ്. അവരാണ് അതിന്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അതോറിറ്റികൾ ആ ഹോസ്പിറ്റലിനെ വിലയിരുത്തൽ നടത്തുമ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം അല്ലെ, അവരുമായിട്ട് സഹകരിക്കുക അല്ലെങ്കിൽ അവരുമായി ഏകോപനം നടത്തുക. അവര് പറയുന്ന ഓരോ പ്രവർത്തനങ്ങളെ സഹകരിച്ച് ഏകോപിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ ആ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുമായിട്ട് ഏകോപിക്കേണ്ടത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ക്വാളിറ്റി മാനേജറാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അസസിംഗ് അതോറിറ്റി, കോർഡിനേറ്റിംഗ് ഇൻ അസസിംഗ് അതോറിറ്റി, അവിടെ MISന്റെ ഫുൾ ഫോമോ? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നോക്കിയേ, കോർഡിനേറ്റിംഗ് ഇൻ അസസിംഗ് അതോറിറ്റി. അസസിംഗ് അതോറിറ്റിയെ വിലയിരുത്തുന്ന സമയത്ത് അല്ലെ, അതോറിറ്റി വിലയിരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഹോസ്പിറ്റലിലെ ഇതുപോലെയുള്ള അധികാരികൾ AERB ആവാം അല്ലെങ്കിൽ JCA ഓർഗനൈസേഷൻ ആവാം അല്ലെങ്കിൽ NAV ആവാം, ഇവരൊക്കെ നമ്മുടെ സർട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് അവിടെ അതോറിറ്റി, അങ്ങനെയുള്ള അതോറിറ്റികൾ അല്ലെങ്കിൽ അധികാരികൾ വന്ന് വിലയിരുത്തൽ നടത്തുമ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. 12th വൺ ആണ് എൻഷുവർ ദ എംപ്ലോയീസ്
education on quality standards. ഇനി എന്താ, ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കപ്പെടണം അല്ലെ. അപ്പൊ അത് പാലിക്കുന്നത് ആരാണ് അത് ചെയ്യേണ്ട ആളുകള് അവിടെയുള്ള എംപ്ലോയീസ് ആണ് അല്ലെ, അവിടെയുള്ള ജീവനക്കാരാണ്. അപ്പൊ ആ ജീവനക്കാർക്ക് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാവണം വേണ്ടേ, എന്നാലല്ലേ അവർക്ക് അത് കൃത്യമായിട്ട് അത് പാലിക്കാനും ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ ഉറപ്പുവരുത്തി നൽകി അത് അവർക്ക് അറിയാം അല്ലെങ്കിൽ അവരതിൽ ബോധവാന്മാരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. Then 13th നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഈ പറയുന്ന ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനായി ഹോസ്പിറ്റലിൽ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതും അവരെ സംഘടിപ്പിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്ന ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇപ്പൊ 11th നോക്കിയേ, കോർഡിനേറ്റിംഗ് ആൻഡ് അസസിംഗ് അതോറിറ്റി. ഇവിടെ വിലയിരുത്താൻ വരുന്ന അതോറിറ്റിയുമായി കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു അതോറിറ്റികളിലുമായിട്ട് വിലയിരുത്തൽ നടത്തുന്ന സമയത്ത് അവരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. 12th 1 പറയുന്നത് എന്താ, അവിടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആ ഹോസ്പിറ്റലിൽ നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കൃത്യമായി അവിടെ പാലിക്കപ്പെടണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും അതിൽ ബോധവാന്മാരായിരിക്കണം അല്ലെ. അപ്പൊ അവർ കൃത്യമായിട്ട് ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ ആ എഡ്യൂക്കേഷൻസ് അവർക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്, അവരതിൽ ബോധവാന്മാരാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. 13th 1 നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. അപ്പൊ നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതും അതിനനുസരിച്ച് നല്ല ക്വാളിറ്റി സർവീസുകൾ വിടണമെങ്കിലും അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ പല കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികൾ ഫ്രെയിം ചെയ്യുക, രൂപീകരിക്കേണ്ടതും അത് ഓർഗനൈസ് ചെയ്യുകയും സംഘടിപ്പിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? അത്രയും 13 ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? 4th 1 4th 1 എന്താ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസിനെ മറ്റൊരു പേരാണ് നീഡ്സ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ്സ് അസസ്മെന്റ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യകതകൾ എന്താണ് അത് അനാലിസ് ചെയ്യലും വിശകലനം ചെയ്യുക അല്ലെങ്കിൽ അത് വിലയിരുത്തുക, അത് തന്നെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്നും പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം, നിലവിൽ അവരെന്തൊക്കെ പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്, ഇനി പ്രതീക്ഷിക്കാവുന്നത് അവരിനി എങ്ങനെ ഫർദർ അവരെങ്ങനെയായിരിക്കും അവിടെ പ്രകടനങ്ങൾ നടത്തുന്നത്, ആ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കമ്പയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു ആ റിപ്പോർട്ടുകൾ, അതെ റിപ്പോർട്ട്സ് ഗിവൺ ടു MRD, ശരിയാ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു കമ്പയർ ചെയ്ത് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അവിടെ ഗുണനിലവാരം അവർ താരതമ്യം ചെയ്ത് എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ കണ്ടാൽ അത് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം ആ ഒരു ഹോസ്പിറ്റലിൽ വേണം അല്ലെ. അങ്ങനെ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം, അവിടെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തികൾ ആരാണോ, എംപ്ലോയീസ് ആരാണോ അവരുടെ മേൽനോട്ടത്തിൽ ഇതുപോലെയുള്ള ആക്ഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക, അത് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? 4th 1 ഓക്കെ. Then 6th 1 നോക്കിയേ, ensuring that the hospital meets all regulatory compliances like അതായത് ഇപ്പോ ബയോമെഡിക്കൽ വേസ്റ്റ്, അവിടെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ ലൈസൻസും റെഗുലേഷൻസും അതുമായി ബന്ധപ്പെട്ട അധികാരികൾ വേണ്ടിവരും. അതുപോലെ ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ലൈസൻസുകളും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും. AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, ആ റെഗുലേഷൻസ് നമ്മൾ ഓൾറെഡി അന്ന് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതാണ് അല്ലെ.
ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് കാര്യങ്ങൾ റേഡിയേഷന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം ബന്ധപ്പെട്ട അധികാരികളാണ്. അപ്പൊ അവരിൽ നിന്ന് ഇങ്ങനെ ലൈസൻസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് അവർ കുറെ നിയന്ത്രണങ്ങളും വെക്കുന്നുണ്ട്. ആ റെഗുലേഷൻസ് എല്ലാം അവർ ഈ പറയുന്ന എല്ലാ ലൈസൻസുകളും തരുന്ന റെഗുലേഷൻസ് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലുകാർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കിട്ടിയോ? 6th വൺ ക്ലിയർ ആയോ? റംലയ്ക്ക് ക്ലിയർ ആയോ 6th വൺ? ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ക്വാളിറ്റി മാനേജ്മെന്റ് കുറച്ച് ലെങ്തി ചാപ്റ്റർ ആയിരുന്നു, എന്നാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൽ മിസ്സിന്റെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ലോണ്ട്രി ആൻഡ് ലിനൻ പഠിച്ചതല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് മുൻപ് തന്നെ നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ അതും മിസ് ഇതിൽ വരുന്നതാണ് കേട്ടോ. ഈ 3rd and 4th മോഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് അത് കിടക്കുന്നത്. പേപ്പർ വൈസ് ആയിട്ട് തിരിച്ചപ്പോ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് കിടക്കുന്നത്. അതിന് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ ഇനി പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്യുന്നത് പോലെ ഒരു ദിവസം റിവിഷൻ പോലെ വെക്കാം കേട്ടോ ആ ഒരു ചാപ്റ്ററിന്റെ. അതുപോലെ നിങ്ങളോട് ഒരു കാര്യം പറയും, നമ്മൾ കുറച്ച് എത്ര ചാപ്റ്റേഴ്സ് നമ്മളിപ്പോ പഠിച്ചു? മിസ് എടുത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഓർക്കുന്നുണ്ടോ? എത്ര ചാപ്റ്റേഴ്സ് എടുത്തു? ലോണ്ട്രിയും കൂടി കൂട്ടി എത്ര ചാപ്റ്റർ എടുത്തേ? 6 ചാപ്റ്റേഴ്സ് അല്ലെ. അപ്പൊ ഈ ഒരു ക്വാളിറ്റി മാനേജ്മെന്റും കൂടി കൂട്ടി വരുമ്പോൾ 6 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 6 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഓരോ 6 ചാപ്റ്റേഴ്സ്, അതായത് ഇനി ഒരു ചാപ്റ്റർ കൂടിയാണുള്ളത് ഓവർവ്യൂ. ആ ഒരു ഓവർവ്യൂ കൂടി കഴിഞ്ഞിട്ടുണ്ട ഒരു ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? അതല്ലേ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പം. ഓരോ ചാപ്റ്റർ വീതം നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. അല്ലാതെ ഒരുമിച്ച് നമ്മളെല്ലാം കൂടി അങ്ങ് ഒറ്റ ദിവസം വെക്കാന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓരോ ദിവസം നമുക്ക് കുറച്ചൊന്ന് റിവൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ മാത്രം നിങ്ങൾ നോക്കിയിട്ട് വന്നാൽ മതിയല്ലോ. അപ്പൊ അത്രയും നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പകുതിയൊക്കെ ആവുമ്പോൾ ഒരു കുറച്ച് ക്ലാസ് വേണ്ടി വരും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കൊരു ഹാഫ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മിസ് എന്ത് ചെയ്യാം, ഓരോ 1 day അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നോക്കിയിട്ട് കുറച്ച് ദിവസം ഗ്യാപ്പ് വരുന്ന ദിവസങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ, ഈ ഒരു 7 ചാപ്റ്ററിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസം ഓരോരോ ചാപ്റ്റർ ആയിട്ട് എടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അതോടൊപ്പം ഒരു റിവിഷൻ പോലെയും അത് ഒരുമിച്ച് അങ്ങ് നടത്താം കേട്ടോ. അതല്ലേ എളുപ്പം നിങ്ങൾക്ക്. ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നതിലും എളുപ്പം അത് തന്നെയല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററും കൂടിയാണുള്ളത്. ചാപ്റ്റർ 6. നിങ്ങളുടെ 47 അല്ലേ നമ്പർ പറഞ്ഞേ? 47. ഓക്കെ, ചാപ്റ്റർ 6 an overview of health and hospital administration. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ 3rd പേപ്പറില് എടുത്തിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട 3 ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ആ മൂന്നാമത്തെ ഒരെണ്ണമാണ് an overview of health and hospital administration. റെസ്പോൺസിബിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഓക്കെ, നോക്കിയപ്പോ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ എന്താണ് 47 അല്ലെങ്കിൽ 4th പേപ്പറിലെ 6th ചാപ്റ്റർ ആണ് കേട്ടോ. 4th പേപ്പറിലെ ആണെങ്കിൽ 6th ചാപ്റ്റർ ആണ്. ഓക്കെ, നോക്കി ഇപ്പോ an overview of ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? എന്താണ് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മീനിങ്?
അവലോകനം ചെയ്യുക അല്ലെ. അവലോകനം, ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പേജ് മുഴുവൻ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വിടേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് അല്ലാത്ത ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലും പറയുന്നത്. അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്ന കാര്യങ്ങളാണ്. കുറച്ചുള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഒരുപാട് വലിയ ചാപ്റ്റർ അല്ല. എന്താണ്, ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, നോക്കിയപ്പോ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിൽ നമ്മുടെ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അവലോകനം നടത്താണ് മൊത്തത്തിലുള്ള കുറെ കാര്യങ്ങൾ. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ മൊത്തത്തിലൊന്ന് ഓവർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവലോകനം ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഉള്ളിലേക്ക് വരുന്ന ഭാഗത്താണ് വരുന്നത്. ഫസ്റ്റ് പേജ് ഒക്കെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെയാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അതിൽ മിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന സെന്റൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് പഠിക്കുക. ബാക്കിയുള്ളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഭാഗത്തു നിന്നും അധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചോദിക്കാറില്ല. ഉള്ളിലേക്ക് കുറച്ച് ഭാഗങ്ങൾ വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അവിടെ ആ ഒരു ഭാഗം തൊട്ടാണ് കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ എസെൻഷ്യലി എന്താണ്, സെയിം തന്നെയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാം എസെൻഷ്യലി സെയിം തന്നെയാണ് അല്ലെ. പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റികളെയാണ് അല്ലെ. ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഏത് പേരാ? ഹോസ്പിറ്റൽസ് തന്നെ അല്ലെ. ഹോസ്പിറ്റലാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ആ ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ ആസൂത്രണം നടത്തുന്നത് അല്ലെ, പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറെ കോർഡിനേഷൻസ് നടത്തുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ട് അവിടുത്തെ സർവീസ് ആളുകളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് പഠിച്ചിരിക്കുന്നത്? ഒരു ഹോസ്പിറ്റലെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക. അതെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയാൻ പോകുന്നത്. കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറെ വരുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോ ഒരു അവലോകനം ചെയ്ത് നമുക്ക് അതെല്ലാം ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. നോക്കിയപ്പോ ഫസ്റ്റ് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് എന്താണ്? ദ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, health care administration, health care management or hospital management is the field that is related to leadership, management and administration of public health systems, health care systems, hospital and hospital networks in all the primary, secondary and tertiary sectors. വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആ താഴെയും ഒന്ന് നോക്കി. അതായത് നമ്മളിവിടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നാ പറയുന്നത് അല്ലെ. അതിന്റെ മറ്റു പല പേരുകളിലും ഇതേ സെയിം പേരുകൾ എന്താണ്, ഇപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം സെയിം തന്നെയാണ്, അല്ലാതെ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതെല്ലാം സെയിം തന്നെയാണ്. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും ഇതെല്ലാം ഒന്ന് തന്നെ, ഒരേ മേഖല അല്ലെങ്കിൽ ഒന്ന് തന്നെയാണ്. ആൻഡ് ഈസ് ദ ഫീൽഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു. ഇനി ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദ ലീഡർഷിപ്പ്, management and administration of public health systems, then healthcare systems, hospital and hospital networks in all the primary, secondary and tertiary structures. എന്താണ് primary? പ്രാഥമിക,
സെക്കൻഡറി, ദ്വിതീയ, tertiary എന്ന് പറഞ്ഞാൽ തൃതീയ അല്ലെ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ വിഭാഗങ്ങള് അല്ലെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്. ഇങ്ങനെയുള്ള ഈ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ, പൊതു ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെ. അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, അതുപോലെ ഹോസ്പിറ്റലുകളും ഹോസ്പിറ്റൽ ശൃംഖലകള്. ഈ പറയുന്ന എല്ലാത്തിന്റെയും ലീഡർഷിപ്പ്, എന്താണ് ലീഡർഷിപ്പ്, നേതൃത്വം അല്ലെ, അതുപോലെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മുതലായ അല്ലെ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നേ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും എന്ത് മേഖലയാണെന്നാ പറയുന്നത്, എന്ത് മേഖലയാണെന്നാ മിസ് പറഞ്ഞേ, നിങ്ങൾ താഴെ മുകളിലേക്ക് ഒന്ന് നോക്കിയേ. അതായത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. എന്താ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതു ആരോഗ്യ സംവിധാനങ്ങള്, അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റം, ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, ഹോസ്പിറ്റലുകള്, ആശുപത്രി ശൃംഖലകള്. ഈ പറയുന്ന മുതലായ എല്ലാ ഓർഗനൈസേഷൻ, ഇതെല്ലാം പല തട്ടുകളിലിരിക്കുന്ന എന്താണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആണ്, അല്ലെങ്കിൽ എന്താ, സ്ഥാപനങ്ങളാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന പല പ്രൈമറി സെക്ടറിൽ ഇരിക്കുന്നവയുണ്ട്, സെക്കൻഡറി സെക്ടറിൽ ഇരിക്കുന്നവയുണ്ട്, ടെർഷ്യറി സെക്ടറിൽ ഇരിക്കുന്നവയുണ്ട്. ഈ 3 വിഭാഗത്തിലും ഉൾപ്പെടുന്ന ഈ പറയുന്ന സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നേ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് കുറച്ച് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്ത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് എന്താന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയണ്ട, ഈ പറയുന്ന എല്ലാ വിഭാഗം അല്ലെ, ഈ 3 പ്രൈമറി തലത്തിലുള്ളവയാവാം, സെക്കൻഡറി തലത്തിലുള്ളവയാവാം, ടെർഷ്യറി തലത്തിലുള്ള ഈ പറയുന്ന എല്ലാ ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ, പബ്ലിക് ആയിക്കോട്ടെ അല്ലാത്ത എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അതുമായി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക്, ശൃംഖലകള് മുതലായ എല്ലാ വിഭാഗത്തിന്റെയും ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ ഇവ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡാണ് എന്തെന്ന് പറയുന്നേ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും അത് തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ എന്താ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും അത് തന്നെയാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ? ഓക്കെ, then നോക്കിയേ സെക്കൻഡ് വൺ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, controls and coordinate medical and health services for organizations and business. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ ട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, control and coordinate medical and health services for organizations and business. ഓർഗനൈസേഷൻസിന് വേണ്ടി, അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടി മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളെ ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക. അപ്പൊ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളെ രൂപപ്പെടുത്തുക, അതിനെ നിയന്ത്രിക്കേണ്ടതും കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, control and coordinate medical and health services for organizations and business. So healthcare administrators organizations-നും ബിസിനസ്സിനും വേണ്ടി മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളെ ഫോർമുലേറ്റ് ചെയ്യുക, രൂപീകരിക്കുകയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? അത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ? അത് ക്ലിയർ ആയോ? എന്താണ് ക്ലിയർ ആയില്ല?
പിന്നെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അവർ നമ്മൾ ആ ഒരാളെ വ്യക്തിയെ എടുത്ത് നോക്കുകയാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു സംഘടന, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാവാം. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ അല്ലെ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ പുതിയതായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? രൂപപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, രൂപപ്പെടുത്തേണ്ടതായിട്ട് വരും. ആ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും, നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ആ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? സെക്കൻഡ് സെന്റൻസ് ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. Then third one നോക്കി. As a healthcare administrator, it manages the benefits of employees as well as create a connection between benefits and physicians. ഇനി ഒരു ഹെൽത്ത് കെയർ മാനേജർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ it manages the benefits of employees. എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. As well as create a connection between benefits and physicians. അതുപോലെ അവിടെയുള്ള സ്റ്റാഫുകൾ, എംപ്ലോയീസും ഫിസിഷ്യൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെ, ആ ഒരു ബന്ധം നിലനിർത്തുകയും അല്ലെങ്കിൽ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ എന്താ ചെയ്യേണ്ടത്? അവിടെയുള്ള ജീവനക്കാർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് അല്ലെ, അല്ലെങ്കിൽ നേട്ടങ്ങളെ കൃത്യമായിട്ട് അതിൽ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കണം. ആ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ അല്ലെ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ഫിസിഷ്യൻസിനെയും ആ ജീവനക്കാരും അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് മുതലായ എല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ എന്ത് ചെയ്യണം? ഒരു ബന്ധം സൃഷ്ടിക്കുകയും വേണം. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവിടെ ആ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഫിസിഷ്യൻസുമായിട്ടുള്ള നല്ലൊരു ബന്ധം സൃഷ്ടിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിലനിർത്തേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്ന? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അവരൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആണോ സെന്റൻസ്? Then the last point നോക്കിയേ. These requirements need a broad background in a business skills and specialized knowledge of the healthcare field. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യകതകൾ നിറവേറ്റണമെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ബിസിനസ് സ്കില്ലുകൾ അല്ലെ, ഒരു സർവീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു ബിസിനസ് ആണ് അല്ലെ. അവർ നൽകുന്ന സർവീസ് എന്ന് പറയാൻ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് തരുന്നതല്ല, ഒരു ബിസിനസിന്റെ ഭാഗമല്ലത്, അവരുടെ ആ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യകതകൾ നിറവേറ്റണമെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൃത്യമായിട്ട് ഒരു ബിസിനസ് സ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. ഈ ഹെൽത്ത് കെയർ ഫീൽഡുകളില് കൃത്യമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആണ് പ്രത്യേക അറിവും ആർക്കുണ്ടായിരിക്കണം? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യകതകൾ നിറവേറ്റണമെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ശരിയായ രീതിയിലുള്ള ഒരു ബിസിനസ് സ്കിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേക ഹെൽത്ത് കെയർ ഫീൽഡുകളിൽ ഒരു പ്രത്യേക അറിവും അവർക്ക് ഇതിനുണ്ടായിരിക്കണം. ആ ഒരു ഒറ്റ പാരഗ്രാഫ് നമ്മൾ എന്താ പറഞ്ഞത്? മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞ എന്താ? ഒരു 3 വിഭാഗം അല്ലെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഇത് പറയുന്ന 3 തലങ്ങളിലുമുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഹോസ്പിറ്റലുകള്, ആ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകള് മുതലായവയുടെയൊക്കെ ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും ഹെൽത്ത് കെയർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. അവിടെ പ്രധാനമായിട്ടും അവിടെ ആ ഒരു പറയുന്ന ഈ 3
തലത്തിലുമുള്ള ഹോസ്പിറ്റലുകൾ അതുപോലെയുള്ള ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയും ലീഡർഷിപ്പ് കൊടുക്കുക, മാനേജ്മെന്റ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക. ഇതാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് പരമായിട്ടാവാം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തെങ്കിലും രൂപീകരിക്കണം, നിയന്ത്രിക്കണം, ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അവരൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയി നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവിടെയുള്ള ഓരോ എംപ്ലോയീസിന്റെയും ആനുകൂല്യങ്ങൾ നിയന്ത്രിക്കുകയും അവിടെ മറ്റു ഫിസിഷ്യൻസുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കുകയും ചെയ്യണം. അതുപോലെ ഇത് ഈ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ അവരവിടുത്തെ ആവശ്യകതകൾ നിറവേറ്റണമെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്കില്ലും ആവശ്യമാണ്. അതോടൊപ്പം ഹെൽത്ത് കെയർ ഫീൽഡില് നല്ലൊരു സ്പെസിഫിക് പ്രത്യേക അറിവും അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ. Then second one നോക്കിയേ, nature, scope and significance of health administration. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ, സ്വഭാവം, then സ്കോപ്പ്, വ്യാപ്തി, ആൻഡ് സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്തൊക്കെയാണ് നോക്കി. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെച്ചോ. സെക്കൻഡ് പോയിന്റ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then second one നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താ രണ്ട് ഓപ്ഷനും തരും, നിങ്ങൾക്ക് ബോത്ത് എ ആൻഡ് ബി എന്നായിരിക്കും ആൻസർ കൊടുക്കുക കേട്ടോ. നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അത്ര വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ബിസിനസ് സ്ട്രാറ്റജീസ്. എന്താണ്, അവിടെയുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ആരോഗ്യ പരിചരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ബിസിനസ് തന്ത്രങ്ങൾ അല്ലെ, അവിടുത്തെ ആ ഒരു ബിസിനസ് തന്ത്രങ്ങൾ ഈ ഒരു ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ്, അവിടെ കൊടുക്കുന്ന സർവീസുകൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട പല സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചതല്ലേ, മാർക്കറ്റിംഗ് പഠിച്ചില്ലേ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്ന്. ഒരു സർവീസ് നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്, ഒരു സർവീസ് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ അതിനനുസരിച്ച് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്യണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെയുള്ള ബിസിനസ് സ്ട്രാറ്റജീസ്, ഹെൽത്ത് കെയർ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് തന്ത്രങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡെയിലി, ദിവസേന അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ദീർഘകാലത്തിൽ എന്ത് ചെയ്യുക, ആസൂത്രണം ചെയ്യാനുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ബിസിനസ് സ്ട്രാറ്റജീസ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ മറ്റു പേരുകളിൽ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നും മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നും. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് തന്ത്രങ്ങള് ദിവസേന അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ആസൂത്രണം ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. Then health administration is the practice which manages, leads, oversees, administer the operation of dynamic, complex healthcare entities, including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies and health insurance providers. ഇനി എന്താണ് ഇവിടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ്, ഇതൊരു രീതിയാണ്.
എന്താ വിച്ച് മാനേജസ് എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്? ദ ഓപ്പറേഷൻ ഓഫ് ഡൈനാമിക് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എന്റിറ്റീസ്. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വളരെ സങ്കീർണവും അതുപോലെ ശക്തവുമായിട്ടുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ? ഏതൊക്കെ വരും അതില്? ഹോസ്പിറ്റലുകള്, ലോങ് ടൈം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും അതൊക്കെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ളതും ആൻഡ് കോംപ്ലക്സ് സങ്കീർണവുമായിട്ടുള്ള സ്ഥാപനങ്ങളല്ലേ? അല്ലെ? ഈ പറയുന്ന ഹോസ്പിറ്റലുകള്, ലോങ് ടൈം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസികള്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ ആ സ്ഥാപനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം അല്ലെ? അത് കൃത്യമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യണം. ലീഡ് ചെയ്യുക എന്ന് പറയുന്ന നയിക്കണം. ആൻഡ് ഓവർസീ മേൽനോട്ടങ്ങൾ വഹിക്കുകയും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യുക അല്ലെ? അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയാണ്, അതൊരു പ്രാക്ടീസ് ആണ്. അത് എന്താ ചെയ്യുന്നത്? കോംപ്ലക്സ് ഡൈനാമിക്സ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് കെയർ എന്റിറ്റീസ്, അതായത് ശക്തമായിട്ടുള്ളതും അതുപോലെ സങ്കീർണവുമായിട്ടുള്ള ഹെൽത്ത് കെയർ എന്റിറ്റീസ് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ലോങ് ടേം കെയർ ഫെസിലിറ്റി സെന്ററുകളാണെങ്കിലും ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആണെങ്കിലും നഴ്സിംഗ് ഹോമുകള്, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായ ഈ പറയുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അതുപോലെ കൃത്യമായിട്ട് അത് ലീഡ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ അതിനെ നയിക്കുക, ആൻഡ് ഓവർസീ ചെയ്യുക, മേൽനോട്ടങ്ങൾ വഹിക്കുകയും അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു രീതിയെയാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ? ആ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യാൻ ജനറലായിട്ട് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാം. ആ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഹോസ്പിറ്റലുകള്, നഴ്സിംഗ് ഹോം ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും കൃത്യമായിട്ട് അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്യണം, ലീഡ് ചെയ്യണം, ഓവർസീ മേൽനോട്ടം വഹിക്കണം, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരു രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയട്ടോ. ഓക്കെ ആണോ? ഓക്കെ. Then last ഒരു പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി നോക്കിയിട്ട് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. The importance of healthcare administration involves helping a facility operate daily. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി. ഒരു ഹോസ്പിറ്റലിൽ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെ, കൊണ്ടുവരുന്ന സൗകര്യങ്ങൾ അല്ലെ, ആ സൗകര്യങ്ങള് കൊടുക്കാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു. അതുപോലെ ഓപ്പറേറ്റ് ഡെയിലി ദിവസേനയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുക. ആൻഡ് പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്. പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് എന്ത് ചെയ്യുക? തയ്യാറാക്കുക. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് സഹായിക്കുക. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ഓപ്പറേറ്റ് ഡെയിലി ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നു. ആൻഡ് പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക് പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു. ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ് പുതിയ വരുന്ന ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസിനുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ നൽകുന്നു. ആൻഡ് അസിസ്റ്റിംഗ് എവറി പേഷ്യൻസ് ഓരോ പേഷ്യൻസിനെയും അസിസ്റ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നു. ഇതെല്ലാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ പ്രാധാന്യങ്ങളാണ്. അതിൽ വരുന്ന ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നു. അതുപോലെ പബ്ലിക്കിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു. പുതിയ എംപ്ലോയീസിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. ആൻഡ് ഓരോ പേഷ്യൻസിനെയും അസിസ്റ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നു. ക്ലിയർ ആണോ? അത്രയും ആ രണ്ട് മെയിൻ പോയിന്റ്സും കംപ്ലീറ്റ് ആണ്. നമ്മള് ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് അത് വായിച്ച രണ്ട് ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മിസ്
പോയിന്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ബാക്കിയുള്ള നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെ ഇത് ജസ്റ്റ് അതിനെ കുറിച്ചുള്ളൊരു എന്താണ് ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ആ 2 ഭാഗവും വായിച്ചിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു മിസ്സിലിട്ട് ചോദിക്കാം കേട്ടോ. താങ്ക് യു. കൊടുക്കണോ? എന്താണ് ജിൻഷ? ഇല്ല മാം ഇവിടെ പറഞ്ഞതാ.